മച്ച്. താങ്ക് യു. സോ നമ്മുടെ മീഡിയ കോൺക്ലേവ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. മീഡിയ കോൺക്ലേവ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ MD ആയിട്ടുള്ള R. ജയേഷ് അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവാർഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ളൊരു വിഷയം ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു മരണഭീതിയിലാണ് ഇന്ന് കേരളത്തിലെ ജനത. തമിഴ്നാടിൻ്റെ ജലവും കേരളത്തിൻ്റെ സുരക്ഷയും എന്നുള്ള വിഷയത്തിലാണ് മലനാട് TV-യുടെ സ്ഥാനം. എന്തായാലും മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ കുറേയധികം അജ്ഞതകളുണ്ട്, കുറേയധികം ആകുലതകളുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ മാത്രമാണ് നമുക്കിവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുക്കി ക്രിസ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കേരളത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വിനിയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അയച്ച അഭിഭാഷകർ പലപ്പോഴും പരാജയപ്പെടുന്നതാണ് വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ഒരു ഒറ്റയാൾ പട്ടാളമായി കേരള ഹൈക്കോടതിയിലും ഇന്ത്യൻ സുപ്രീം കോർട്ടിലും മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ വാദിച്ച് ഒരു ദിവസം കേരളത്തിന് അനുകൂലമായ വിധി നേടിയൊരു ദിവസമുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് കേരളം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് താഴ്ത്തണമെന്ന് സുപ്രധാനമായ ഒരു കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുകയുണ്ടായി. പ്രതിസ്ഥാനത്തുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഈ 3 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് റസൽ ജോയി ഈ വാദഗതിയുമായി സുപ്രീം കോടതിയിൽ വരെ പോയത്? നമുക്കറിയണം. റസൽ ജോയിയെ സ്വാഗതം ചെയ്യാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുല്ലപ്പെരിയാർ വാട്ടർ ബോംബ് എന്നുള്ള വിഷയത്തിലാണ് ഇന്നിവിടെ കോൺക്ലേവ് നടക്കുന്നത്. ആ കോൺക്ലേവിൽ വ്യക്തമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അതിനകത്ത് കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും കടന്നു വരാതെ സൂക്ഷിക്കണം. കാരണം മലനാട് TV-യിൽ ഇന്ന് വരെ കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. അതിന് ചർച്ച ചെയ്യാൻ ഇവിടെ മറ്റ് മാധ്യമങ്ങളുണ്ട്. ഇവിടെ വളരെ വ്യക്തമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് മുല്ലപ്പെരിയാറിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് അറിയാം. റസൽ ജോയ് സാർ പ്ലീസ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ടിട്ടുള്ള മുൻ MP ആണ് ശ്രീ ഫ്രാൻസിസ് ആന്റണി. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും ദേശീയ തലത്തിൽ വരെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ തലത്തിലേക്ക് ഉയരുവാൻ ഒരു സാധാരണക്കാരന് തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് സാധിച്ചിട്ടുണ്ട്. ശ്രീ VM വേലായുധൻ ചേട്ടൻ. VM വേലായുധൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. BJP എന്നുള്ളതിൽ നിന്ന് മാറി നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ കേൾക്കാമെന്നുള്ളതാണ് ഞാൻ VM വേലായുധൻ ചേട്ടനിൽ നിന്നും അല്ലെങ്കിൽ സാറിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ വൃഷ്ടിപ്രദേശത്തുള്ളവരാണ് നമ്മളെല്ലാവരും. മുല്ലപ്പെരിയാർ ഡാമിന് എന്ത് സംഭവിച്ചാലും ആദ്യം ജീവിതം വെടിഞ്ഞ് ഇഹലോക വാസം പോകേണ്ട നമ്മളൊക്കെ എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തെ ഉണ്ടായാൽ, ഒരുപക്ഷെ ഉണ്ടാകാതിരിക്കട്ടെ, ഭീതി പരത്തുകയല്ല ഇവിടെ വേണ്ടത്. നമുക്ക് അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ സഹോദരന്മാരായിട്ടുള്ള തമിഴ് മക്കൾക്ക് ജലം കൊടുത്തുകൊണ്ട് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരെ ഇതേപോലെ ഒരു വേദിയിൽ ഒന്നിച്ചിരിക്കുന്നത് കാണുന്നതിന് വേണ്ടിയുള്ളൊരു ആഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഈ ഒരു നടപടി. അതിനുവേണ്ടി സക്കീർ ഹുസൈൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ, നഗരസഭാ ചെയർമാൻ ശ്രീ സക്കീർ ഹുസൈൻ സാർ. മറ്റുള്ളവർക്ക് ഇതിൽ നമ്മുടെ പാനൽ അംഗങ്ങളായിട്ട് ഒട്ടനവധി പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുന്നിലേക്ക് വരാം. സിബി പൗലോസ് മിസ്റ്റർ മുന്നിലേക്ക് വന്നിരിക്കണം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും നിങ്ങളൊന്ന് കൈ ഉയർത്തിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് മൈക്കെത്തും. ഈ ഇരിക്കുന്ന 4 പേരോടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, അത് കക്ഷി രാഷ്ട്രീയ രഹിതമായ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ അത് ഉന്നയിക്കാം. അതിനുള്ള മറുപടികൾ ഈ പർട്ടിക്കുലർ പേഴ്സൺസ് നിങ്ങൾക്ക് നൽകും. എന്തായാലും അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിനൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദേശീയ പുരസ്കാരം നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ദേശീയ പുരസ്കാരത്തിന് വേണ്ടി അനൗൺസ് ചെയ്തവരുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് റസൽ ജോയിയെ തേടി മലനാട് TV-യുടെ ദേശീയ പുരസ്കാരം എത്തിയത് എന്നുള്ളത് ഇതിനുശേഷം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണിക്കും. അപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയിക്ക് മലനാട് TV-യുടെ ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സേവ് കേരള ബ്രിഗേഡ് എന്ന ഒരു വലിയ ജനകീയ കൂട്ടായ്മ, ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി യുവാക്കളും യുവതിയുവാക്കളും വീട്ടമ്മമാരടക്കം ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മകൾ ചേരാറുണ്ട്. ഞാൻ അതിനകത്ത് പങ്കാളിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടോ കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരായിട്ടോ
സ്റ്റാലിൻ, തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിനെതിരായിട്ടോ അല്ല. ഈ 3 പേരും നേരത്തെ MM മണി സാർ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒന്നിച്ചിരുന്നാൽ തീരാവുന്ന വിഷയമേ മുല്ലപ്പെരിയാറിൻ്റെ ഈ പറയുന്ന വാട്ടക്കരാർ അടക്കമുള്ളത് പൊളിച്ചെഴുതാൻ ആവശ്യമുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങൾ വളരെ വേഗത്തിൽ ഇത്തരമൊരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ശ്രീ അഡ്വക്കേറ്റ് റസൽ ജോയ് സാർ അങ്ങയുടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു അന്തരീക്ഷം, ചിയർഫുൾ മൊമെൻറ്റ്സ്. വളരെ സന്തോഷമുണ്ട്. മലനാട് TV-യുടെ അധ്യക്ഷൻ ശ്രീ ജയേഷ് ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഈ നാടിൻ്റെ വിഷയം മലനാട് TV ഉയർത്തിപ്പിടിച്ചിടത്തോളം ഒരു ചാനലും ഉയർത്തിപ്പിടിച്ചിട്ടില്ല എന്ന് ഞാൻ അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ നാഷണൽ ഇൻ്റഗ്രേഷൻ അവാർഡാണോ നാഷണൽ ഇൻ്ററേഷൻ അവാർഡാണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല സാറേ, രണ്ടായാലും അർത്ഥം ശരിയാണ്. നാഷണൽ ഇൻ്ററേഷൻ അവാർഡായാലും ഒപ്പിക്കാം അർത്ഥം. കുറച്ചുകൂടെ നല്ല വേർഡ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് തന്നെയായിരുന്നു. ഏതായാലും രണ്ടായാലും കൊള്ളാം. ചില സമയത്തൊക്കെ അബദ്ധങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഈ അർത്ഥം നല്ലതാണ്. ഇൻ്ററേഷൻ എന്ന് പറഞ്ഞത് ഇടപെടലാണ്. ഇടപെടേണ്ടടുത്ത് ശക്തമായ ഇടപെടലാണ് ഇൻ്ററേഷൻ. അപ്പം ഞാൻ ഓർത്തു, ഇത് അബദ്ധമായാലും എന്തായാലും ഇത് തന്നെയാണ് ആപ്റ്റ് വേർഡ്. ഇൻ്ററേഷൻ വേണം. നമ്മളൊക്കെ ചെയ്യാത്തത് അതല്ലേ. കാണുന്ന തിന്മ കാണുമ്പോൾ നമ്മൾ ഇടപെടില്ല. അനീതി കാണുമ്പോൾ നമ്മൾ ഇടപെടില്ല. റോഡിലൊരാൾ വണ്ടി ഇടിച്ച് കിടന്നാൽ നമ്മൾ ഇടപെടില്ല. അപ്പോൾ ഉപേക്ഷ വലിയ പാപമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടിടത്ത് ഒരു വ്യക്തിയായാലും ശരി, ഒരു പ്രസ്ഥാനമായാലും ശരി, രാജ്യമായാലും ശരി, ഇടപെടേണ്ടിടത്ത് ഇടപെട്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ഭവിഷ്യത്ത് വരും. നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറഞ്ഞാലേ അറ്റ് സ്റ്റേക്ക്. അതിക്കുള്ളൊന്നും പറയാനില്ല. ഏതായാലും ഈ മുല്ലപ്പെരിയാർ വിഷയം ഇങ്ങനെ ഒരു റൊമാൻറ്റിക് തലം അതിനുണ്ട് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുക. ഈ ജയേഷ് അതൊരു റൊമാൻറ്റിക് കഥയായിട്ട് അഭ്രപാളികളിലേക്ക് പകർത്തുന്നു. അതൊരു പ്രണയമാണ്, പ്രകൃതിയോടുള്ള പ്രണയം, ജീവനോടുള്ള പ്രണയം. അങ്ങിപ്പം കാണിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ജീവനോടുള്ള പ്രണയമാണ്. പ്രണയം നല്ല സബ്ജക്റ്റാണ്. എന്നോട് ജയേഷ് മുൻകൂർ ജാമ്യം എടുത്തിട്ടോ, രാഷ്ട്രീയം പറയരുത്. ഞാനിവിടെ വന്നാൽ രാഷ്ട്രീയം പറയുന്ന അദ്ദേഹത്തിന് തോന്നിയ ആ ദീർഘവീക്ഷണം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഫ്രാൻസിസ് സാറും മറ്റങ്ങോട്ട് നോക്കി എല്ലാവരും കതറിട്ട ആൾക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയം പറയരുത്, എന്നാലും കുറച്ച് രാഷ്ട്രീയം ആവാം അല്ലേ? കുറച്ചാവാം, ഒരുപാടല്ല. അതായത് 2011 തമിഴ് കർഷകർക്ക് മലയാളികളോട് ഒരു സ്നേഹം തോന്നി, പ്രണയം. കാരണം എന്താ? നമ്മൾ വെള്ളം കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അവിടെ കുളങ്ങളുണ്ടാക്കി മീൻ വളർത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു, ചെറുകിട വ്യവസായങ്ങൾ വളരുന്നു, അവിടെ വൻകിട വ്യവസായങ്ങൾ വളരുന്നു, 50,000 കോടി രൂപയുടെ ലാഭമുണ്ട്. അപ്പോൾ നമ്മളോട് സ്വാഭാവികമായിട്ടും അവർക്കുള്ളൊരു വികാരം സ്നേഹം തന്നെയാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ അവിടുത്തെ കർഷക നേതാക്കളടക്കം കേരളത്തിലേക്ക് വന്നു. അതിൻ്റെ തമിഴ്നാട് കർഷക സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് അബ്ബാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നു. പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു യോഗം കൂടി. അന്ന് അവർ നമ്മളോട് കെഞ്ചി ചോദിച്ചതാണ്, 2 TMC വെള്ളം കൂടി ഞങ്ങൾക്ക് തരുമെങ്കിൽ പുതിയ ഒരു ഡാം പണിയാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്. ആലോചിച്ച് നോക്ക്. എന്നിട്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഇന്ന് ഒരു ടണലെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന മുല്ലപ്പെരിയാർ സമരസമിതിയാണ് അത് തകർത്തത്. പിന്നീട് അവർ വേറൊരു ഉപാധി കൂടി വെച്ചു. 2 എഞ്ചിനീയേഴ്സ്, തമിഴ്നാടിൻ്റെ 2 എഞ്ചിനീയേഴ്സ്, കേരളത്തിൻ്റെ 2 എഞ്ചിനീയേഴ്സ്. ഇവിടെയൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് ഉള്ളൂ കേട്ടോ, അവരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഡാം എഞ്ചിനീയേഴ്സ് ഒന്നുമില്ല.
ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സീസ്മോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സ് വേണം. നമ്മളിവിടെയൊക്കെ ഫിറ്റ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയേഴ്സാണ്. അവരെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, തമിഴ്നാട് പറഞ്ഞത് ഇതാണ്. തമിഴ്നാട്ടിലെ കർഷക നേതാക്കളുടെ അധ്യക്ഷൻ പറഞ്ഞത് ഇതാണ്: അവിടുത്തെ 2 എഞ്ചിനീയേഴ്സ് വരട്ടെ, ഇവിടുത്തെ 2 എഞ്ചിനീയേഴ്സ് വരട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെങ്കിൽ, അത്രേ പറഞ്ഞുള്ളവർ, ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെങ്കിൽ ഞങ്ങൾ പുതിയ ഡാമിന് 100% സപ്പോർട്ടാണ്. ഇതാണ് പറഞ്ഞത്. 2 കാര്യങ്ങൾ നമുക്ക് വളരെ സ്വീകാര്യമായ 2 കാര്യങ്ങൾ 2011 അവർ പറഞ്ഞപ്പോൾ തകർത്തത് നമ്മളാണ്. ഇതിൽ ഇച്ചിരി രാഷ്ട്രീയം വന്നെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ ജയേഷിനെ അനുകൂലിച്ചുകൊണ്ട് പ്രണയമാവട്ടെ വിഷയം. ആ 35 വർഷക്കാലം മുല്ലപ്പെരിയാറിൽ 136 അടി വെള്ളം അതായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 35 വർഷക്കാലം 136 അടി വെള്ളം. അപ്പം 35 വർഷം കൊണ്ട് അവിടെ 35 വർഷം പഴക്കമുള്ള മരങ്ങൾ കിളിർത്തു വരും. ഈ മരങ്ങളിലെല്ലാം കൂട് കൂട്ടും ഏത്? ബേഡ്സ്. മൃഗങ്ങൾ സന്തോഷമായിട്ട് വെള്ളം കുടിച്ച് അവിടെ ജീവിക്കും. ആനയ്ക്കും കരടിക്കും കടുവയ്ക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്നൊരുക്കെ നമ്മുടെ കേരളവും തമിഴ്നാടും കേസ് കളിച്ച് 142 ഉയർത്താനുള്ള ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് സമ്പാദിച്ചു. ഞാൻ അതെങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ ജയേഷനോട് പണങ്ങും, രാഷ്ട്രീയമാവും. അത് പറയുന്നില്ല. അപ്പോൾ 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തി. ആ സമയത്ത് ജലം ഇങ്ങനെ പൊങ്ങി വരികയാണ്. അടിയിൽ നിന്നിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരിക. ഞങ്ങൾ ആലുവക്കാരിങ്ങനെ നോക്കി നിന്നതാണ്. വീടിൻ്റെ മുറ്റത്ത് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് നല്ല രസമാണ്. വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ മൂടുന്ന രീതിയിൽ പൊങ്ങി വരും. കൂടെ ചെളിയുണ്ട് കേട്ടോ, അതുപോട്ട്. അപ്പം 142 അടിയിലേക്ക് തമിഴ്നാട് ജലനിരപ്പ് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നത് വനപാലകരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പറക്കാൻ പറ്റുന്ന കിളികളെല്ലാം പറക്കുന്നു. അവിടെ ആ ഒരു പരിസരം ആകപ്പാടെ ഒരു അലങ്കോലമായി. മൃഗങ്ങൾ പരിഭ്രമിക്കുന്നു. ആകപ്പാടെ മൃഗലോകത്തൊരു പരിഭ്രമം, പക്ഷിലോകത്തൊരു പരിഭ്രമം. അപ്പോൾ എല്ലാ പക്ഷികളും ഉയർന്നു പറക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മരക്കുറ്റിയിൽ ഒരു വേഴാമ്പൽ ഇരിക്കുന്നു. വനപാലകർ നോക്കുമ്പം വേഴാമ്പൽ ഇങ്ങനെ നമ്മൾ കൊക്കൊക്കെ പാടത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ നിൽക്കുക. ഇങ്ങനെ നോക്കിയിട്ട് താഴേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എത്ര വെള്ളം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വേഴാമ്പൽ എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ വനപാലകർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചെറിയ വഞ്ചി, അവിടെ ബോട്ടുണ്ട്, ബോട്ടിന് പക്ഷിക്ക് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചൊരു ചെറിയൊരു വഞ്ചി. ആ വഞ്ചിയിൽ ഈ വേഴാമ്പലിൻ്റെ അടുത്തേക്ക് മെല്ലെ വന്നു. ഇവരെത്ര അടുത്ത് വന്നിട്ടും വേഴാമ്പൽ പോയില്ല. വേഴാമ്പൽ അവിടെ തന്നെ ഇരുന്നു. അവസാനം കരളലിയിക്കുന്ന ഒരു കാഴ്ചയാണ്. ആർദ്രതയുള്ള മനസ്സുകൾക്ക് കൂടുതൽ ആർദ്രത വരുത്തുന്ന ഒന്നാണ് ഈ വനപാലകരവിടെ കണ്ടത്. ആ മരക്കുറ്റിയുടെ ഒരു പൊത്തിൽ 3 വേഴാമ്പലിൻ്റെ മുട്ട. എൻ്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട എന്നാണ് ആ പക്ഷി വിചാരിച്ചത്. ഈ വേഴാമ്പൽ മലയാളത്തിലെ സ്ത്രീകളുടെ പ്രതീകമാണ്. ഈ മുല്ലപ്പെരിയാർ പൊട്ടി എന്നിവിടെ പ്രസംഗിച്ച MP 1000 വർഷമൊക്കെ പറയുന്നത്. അദ്ദേഹത്തോടുള്ള മുഴുവൻ ബഹുമാനത്തോടും പറയട്ടെ, 1000, 2000, 3000 എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിക്കണതെന്ന്. പക്ഷേ 1000 വർഷം പഴക്കമുള്ള ഈ ഡാംസ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വീക്ക്നെസ് കാണിച്ചിട്ടില്ല, ഒരു വീക്ക്നെസ്സും കാണിച്ചിട്ടില്ല. അത് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് പറഞ്ഞ് അങ്ങോട്ട് പോയാൽ രാഷ്ട്രീയമാവും. വേഴാമ്പൽ കേരള മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്.
എനിക്ക് ഇവിടെയുള്ള സ്ത്രീകളോട്, കേരളത്തിലെ മൊത്തം അമ്മമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെയും അവസ്ഥ ഇതല്ലേ? നിങ്ങളുടെയും അവസ്ഥ ഇതല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? ഒരു പക്ഷിയുടെ മാതൃക, വനപാലകർ ആ പക്ഷിയെ സമീപിച്ചു, പക്ഷി അനങ്ങിയില്ല, അതിനെ എടുത്തവൻ്റെ നെഞ്ചത്തേക്ക് ആ പക്ഷി ചാഞ്ഞിരുന്നു. വനപാലകർ തന്നെ ഈ 3 മുട്ടയും എടുത്തു, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആ കൂടോടുകൂടി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. നമുക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ? നമുക്കിവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവുമോ? കോടതികളുണ്ടാവുമോ? സാംസ്കാരിക നായകരുണ്ടാവുമോ? പ്രകൃതി സ്നേഹികളുണ്ടാവുമോ? ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയേഷിൻ്റെ സിനിമയിൽ ഈ വേഴാമ്പൽ എന്ന കഥാപാത്രം കൂടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിന് ഏതായാലും ജയേഷിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാവർക്കും ഒരു ഉപഹാരം തരുന്നുണ്ട്. ആദ്യമായിട്ട് ജയേഷിന് എന്നെ കൊടുത്തിട്ട് നിർവഹിക്കാം. ഇത് ഞാൻ എഴുതിയ ഒരു ബുക്കാണ്. ഇത് എൻ്റെ സ്നേഹോപഹാരമായിട്ട്, ഇതിലെ കണ്ടൻസ് ജയേഷിന് ഒരു പക്ഷേ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ഞാൻ ജയേഷിന് സ്നേഹപൂർവ്വം സമ്മാനിക്കും. മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിനെ എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ സമീപിക്കണം എന്നുള്ളതിൽ എനിക്കിപ്പോഴും സന്ദേഹമുണ്ട്. റസൽ ജോയ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ഒരു ഭീതി ആണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിൽ ഭീതി പകരണോ, അതല്ല ഇനി നമ്മളുടെ സംസ്ഥാന, കേന്ദ്ര, തമിഴ്നാട് സർക്കാരുകൾ സുപ്രീം കോടതി പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉതകുന്ന തരത്തിലൊരു ദ്രുതകർമ്മ സേനയെങ്കിലും അത്യാവശ്യം കൊണ്ടുവരികയും, ഇവിടെ അടുത്ത കാലത്ത് കുറച്ച് ലൈഫ് ജാക്കറ്റുകൾ ചില വീടുകളിലൊക്കെ എത്തിച്ചതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ 2-3 വർഷങ്ങളായിട്ട് ഈ ചെറിയ ഒരു മഴ പെയ്താൽ പോലും പ്രളയത്തിലാണ്ട് പോകുന്ന പ്രകൃതിയുടെ ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കേരളത്തിലെ ജനതയും കേരളത്തിലെ എക്സ്പീരിയൻസ് ഉള്ള എല്ലാ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാ എക്സ്പേർട്ടുകളും പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുല്ലപ്പെരിയാർ പൊട്ടേണ്ട കാര്യമൊന്നുമില്ല. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു നാട് അപ്രത്യക്ഷമാകുവാൻ. കാരണം അതുപോലെ നമ്മൾ അതിനെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്, എൻ്റെ നാട് കോന്നിയാണ്. കോന്നിയിലാണ് ഏറ്റവും കൂടുതൽ ക്രഷർ യൂണിറ്റുകളുള്ളത്. 3-4 മലകളൊന്നും അവിടെ കാണാനില്ല. അപ്പം മഴ പെയ്താൽ വെള്ളം ശേഖരിക്കപ്പെടുന്ന വാട്ടർ ടാങ്കുകളായിട്ടുള്ള പാറകളും മലകളും കുന്നുകളും ഇന്നില്ലാത്തത് കൊണ്ട് ആ വെള്ളമൊക്കെ ഇടിച്ചു കുത്തി ഒലിച്ച് മുല്ലപ്പെരിയാറിൻ്റെ ഡാം ഭിത്തി തകർന്നാൽ വരുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പ്രളയത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത്. എന്തായാലും ഫ്രാൻസിസ് സാർ കൂടുതൽ കാര്യങ്ങളിലൊക്കെ അങ്ങ് ഇടപെട്ടതാണ്. അങ്ങേക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ പറയാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി എനിക്ക് തോന്നുന്നു റസൽ ജോയ് സാറിൻ്റെ തീപ്പൊരി പ്രസംഗമൊന്നും ഇവിടെ കണ്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിൽ എന്താണ് കത്തി ജ്വലിച്ചു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത്. ഞാൻ അതൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. വളരെ സൗമ്യനായിട്ട് എന്തുകൊണ്ടോ വേഴാമ്പലിനെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും പറയാതെ നിർത്തി. എന്താണ് അങ്ങേക്ക് പറയുന്നത്? കാരണം അദ്ദേഹം ഇനി കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബധിരകർണങ്ങൾ ഇപ്പോഴും ബധിരകർണങ്ങളായി തന്നെ നിൽക്കുന്നു എന്നുള്ള തോന്നലാണോ ഞങ്ങൾക്ക് വേണ്ടത്? എന്താണ് അങ്ങയുടെ എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായി ഈ മലനാട് ടി വിയുടെ ഒരു ഇനിഷ്യേറ്റീവ് 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം അതിങ്ങനെ ചർച്ചയ്ക്കെടുത്തതിൽ പ്രത്യേകമായിട്ട് ശ്രീ ജയേഷിനെയും സഹപ്രവർത്തകരെയും അനുമോദിക്കുകയാണ്. മലനാട് ടി വിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. വിഷയത്തിലേക്ക് തന്നെ വരാം, നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. എന്താണ് ഈ മുല്ലപ്പെരിയാർ വിഷയം? 1886 കരാർ ഒപ്പിട്ട് 895 നിർമ്മാണം പൂർത്തിയാക്കിയ 126 വർഷം പഴക്കമുള്ള വളരെ പഴയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഡാമാണിത്. 126 വർഷം പൂർത്തിയായി. ഇത് നിർമ്മിച്ചത് ഇപ്പോൾ എ വി ജോർജ് സാറ് ദുരന്ത നിവാരണ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വിദഗ്ധനാണ്. സാറും കൂടി ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണ്. നമ്മുടെ മുൻ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് അദ്ദേഹം. ജോർജ് സാറിനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ലൈം സുർക്കി മിശ്രിതം, പെനി ക്യുക്ക്, ഈ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.
അങ്ങനെ വളരെ പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഡാമാണ്. സാധാരണയായി ഡാം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയാണ് കണക്കിലെടുക്കുന്നത്? ഏറ്റവും പ്രധാനമായി PMF എന്ന് പറയും, പ്രോബബിൾ മാക്സിമം ഫ്ലഡ്. അതായത് അതിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ, മഴ പെയ്ത് അതിവൃഷ്ടിയിലൂടെ ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ മാക്സിമം വെള്ളപ്പൊക്കം അവിടെ എത്ര വന്നിട്ടുണ്ട് എന്ന് കണക്കാക്കും. മുല്ലപ്പെരിയാറിൽ 1935 ഇപ്പോൾ ഈ സമീപകാലത്തൊക്കെ ഉണ്ടായതുപോലുള്ള വലിയ ഭീകരമായ മഴയുണ്ടായപ്പോൾ ഉണ്ടായ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 2.98 ലക്ഷം ക്യൂസെക്സ് ആണ്. അതാണ് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. പിന്നെ കണക്കാക്കുന്നത് എന്താണ്? ഭൂകമ്പ സാധ്യതകളാണ്. ഈ രണ്ട് കാര്യങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങൾ, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രധാനമായി ഈ രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ഒരു ഭൂകമ്പം ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ ചെറുക്കാൻ കഴിയുക. ഈ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഒരു ഡാം നിർമ്മിക്കുന്നത്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂകമ്പ സാധ്യതകളൊന്നും ആ കാലത്ത് പരിഗണിച്ചിട്ടില്ല എന്നാണ് എല്ലാ വിദഗ്ധന്മാരും അംഗീകരിക്കുന്നത്. പ്രളയ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ 2.98, അപ്പോൾ അതിൻ്റെ വൃഷ്ടിപ്രദേശത്തുണ്ടായ ഏറ്റവും വലിയ പ്രളയം ഏതായിരുന്നു എന്ന് കണക്കാക്കി അതിലും കൂടുതൽ ഈ പ്രോബബിൾ മാക്സിമം ഫ്ലഡ് ഫിക്സ് ചെയ്തിട്ടാണ് അതിനേക്കാൾ കൂടിയ ഒരു പ്രളയം വന്നാലും ആ ഡാം തകരാതെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് അത് നിർമ്മിക്കേണ്ടത്. ഇവിടെ ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ എന്താണെങ്കിലും ഇവിടെ ഏറ്റവും ഒടുവിൽ 86 ഇതിൻ്റെ ഒരു പുനർജീവന പ്രക്രിയ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നടത്തിയപ്പോൾ അവർ കണക്കാക്കിയത് 2.12 മാത്രമാണ് അവർ കണക്കാക്കിയതെന്നാണ് പറയുന്നത്. അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി, 70കളിലൊക്കെ രൂക്ഷമായി, തമിഴ്നാട് ഇതിനെ ബലപ്പെടുത്തൽ എന്നൊക്കെയുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. കുറേ ബലപ്പെടുത്തൽ നടപടികളൊക്കെ നടത്തി. അത് സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ചില വിദഗ്ധന്മാർ പറയുന്നു, നമ്മുടെ എംപവേർഡ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളുകളൊക്കെ പറയുന്നു, ഇത് ബലപ്പെടുത്തി ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ ന്യൂ ഡാം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പുതിയ ഡാമിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട് ഇതിൻ്റെ ബലപ്പെടുത്തലിലൂടെ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ തന്നെ ഈ മുല്ലപ്പെരിയാർ ഇതിൻ്റെ ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ചീഫ് എഞ്ചിനീയർ ആയിരുന്ന പരമേശ്വരൻ നായർ, അദ്ദേഹം പറയുന്നത് ഈ ബലപ്പെടുത്തൽ ഈ പഴയ സ്ട്രക്ചറിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രണ്ടായിട്ട് നിൽക്കുകയാണ്. ബലപ്പെടുത്തിയെങ്കിലും ബലപ്പെടുത്തിയ ആ കോൺക്രീറ്റ് സ്ട്രക്ചറും പഴയ ഡാമും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബലപ്പെടുത്തൽ കൊണ്ട് ഈ ഡാമിന് ബലം കൂടാതെ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വേറൊരു വിദഗ്ധ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാ വശങ്ങളിലേക്കും പോകാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് വളരെ രൂക്ഷമായ അവസരത്തിൽ കേരളം 2 പഠനങ്ങൾ നടത്തി. നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ നിന്നോ ഒന്നും അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടായിട്ടില്ല. ഇത് വളരെ രൂക്ഷമായ 2012 ആ കാലഘട്ടത്തിൽ അന്ന് 2 മുഖ്യമന്ത്രിമാരെയും അന്നത്തെ പ്രധാനമന്ത്രി ഒരു ചർച്ചയ്ക്കായി ക്ഷണിച്ചു. ഇപ്പോഴിവിടെ മുഖ്യമന്ത്രിമാരുടെ തലത്തിൽ ചർച്ച നടക്കുമെങ്കിൽ നല്ല കാര്യം. നമുക്കിത് ചർച്ചയിലൂടെ തന്നെ പരിഹരിച്ചാൽ മതി. ഇതിൽ ലിറ്റിഗേഷൻ കേസും വഴക്കൊന്നും വേണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. നമ്മളെക്കാലത്തും ഇപ്പോൾ ശ്രീ റസൽ ജോയി പറഞ്ഞതുപോലെ നമ്മളെക്കാലത്തും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിന് നമ്മൾ നിർബാധം വെള്ളം കൊടുക്കും. കേരളത്തിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ട്. കാരണം ചരിത്രപരമായി നോക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡാം തകരില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? 1975 ചൈനയിലെ ബാങ്കിയാവോ ഡാം 1975, അതിൽ നിന്ന് കാലം പുറകിലൊന്നുമല്ല, തകർന്നു. 2,45,000 ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. ഏതാണ്ട് 1 കോടി ആളുകൾക്ക് അതിൻ്റെ വിവിധ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ചൈനയിൽ ആ കാലത്ത് ആയതുകൊണ്ട് അത് വലിയ കാര്യമായി പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. 70കളിലൊക്കെ ആയതുകൊണ്ട് ചൈനയിലെ അന്നത്തെ സംവിധാനത്തിൽ ഇതൊന്നും കാര്യമായി പുറത്തേക്ക് വന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഡാമുകൾ തകരാറുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്തിന് അത് മാച്ചു അല്ലേ, ഡാമൊക്കെ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തകരില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം നാളെ തകരുമെന്നോ? അതെ, 36ഓളം ഡാമുകൾ തകർന്നിട്ടുണ്ട് എന്ന് വെച്ചപ്പോൾ നാളെ തകരുമെന്നോ ഇപ്പോൾ തകരുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഈ പ്രശ്നം രൂക്ഷമായി 2014 കോടതി വിധിക്ക് മുമ്പ് സുപ്രീം കോടതി ഒരു എംപവേർഡ് കമ്മിറ്റി നിയോഗിച്ചു. ആ എംപവേർഡ് കമ്മിറ്റിയിൽ 2 വിദഗ്ധന്മാർ, ഡോക്ടർ തട്ടയും ഡോക്ടർ മേത്തയും അല്ലേ, ഈ 2 പേര്, അത് സെൻട്രൽ വാട്ടർ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു നേരത്തെ ഇരുന്ന ഡാം വിദഗ്ധന്മാരും ഒക്കെയാണ് അവർ 2 പേര്. 2 സാങ്കേതിക വിദഗ്ധന്മാർ. പിന്നെ കേരളം ഒരാളെ നോമിനേറ്റ് ചെയ്യാനുണ്ട്. സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആനന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റി കേരളത്തോട് ആവശ്യപ്പെട്ടു, തമിഴ്നാട് ആവശ്യപ്പെട്ടു. ഒന്നുകിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജസിനെ ആരെങ്കിലും വെക്കാൻ. കേരളം ബഹുമാനപ്പെട്ട KT തോമസ് സാറിനെ പ്രപ്പോസ് ചെയ്തു. തമിഴ്നാട്
പഴയ കേരളത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ലക്ഷ്മൺ, രണ്ടുപേരും സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാരാണ്. ഈ കമ്മിറ്റി പഠനം നടത്തിയിട്ട് പറഞ്ഞു ഈ ഡാമിന് യാതൊരു കുഴപ്പമില്ല, ഇറ്റ് ഇസ് ഹൈഡ്രോളജിക്കലി സേഫ്. എന്ന് വെച്ചാൽ പ്രളയം വന്നാലും ഇത് തടുത്ത് നിൽക്കും. സ്ട്രക്ചറലി ഇതിൻ്റെ ഘടനാപരമായി ഇതിന് യാതൊരു കുഴപ്പമില്ല, സ്ട്രക്ചറലി സേഫാണ്. സീസ്മിക്കലി സേഫ്, ഭൂകമ്പം ഉണ്ടായാലും പേടിക്കാനില്ല, ഇത് സേഫാണ്. അതാണ് അവർ കണ്ടെത്തിയത്. നമ്മൾ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചു, ഇതൊന്നും അംഗീകരിച്ചില്ല. സ്വാഭാവികമായും സുപ്രീം കോടതി 2014 അവർ ആ വിധിക്കും വാദങ്ങളൊക്കെ ദീർഘമായി കേട്ടു. ഞാനും ഒന്ന് കോടതിയിൽ പോയി വാദമൊക്കെ കേട്ട ആളാണ്. പക്ഷേ ഈ എംപവേർഡ് കമ്മിറ്റി അവർ നിയോഗിച്ച മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ 2 സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസ് പ്ലസ് 2 വിദഗ്ധന്മാർ അവർ വിശദമായ പഠനം നടത്തി ഈ ഡാമിന് അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സുപ്രീം കോടതി അതിനനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് നടത്തുന്നത്. അതിലൂടെയാണിത് നമ്മൾ പരമ്പരാഗതമായി 136 അടിയിൽ ഇതിൻ്റെ ജലവിധാനം നിർത്തിയിരുന്ന സംഗതി 142 പോയത് അങ്ങനെയാണ്. അപ്പോൾ നവംബർ 30 142 അടിയായിട്ട് ഉയർത്താൻ പോവുകയാണ്. 142 അടിയായി ഉയർന്നു നിൽക്കുക എന്ന് സങ്കല്പിക്കും. ഇപ്പോൾ ഇടുക്കി ഡാമും നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? നമ്മളും 2 പഠനം നടത്തിച്ചു. ഒന്ന് ഡൽഹി IIT, ഒന്ന് റൂർക്കി IIT. എന്താണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഉയർന്ന സാങ്കേതിക നിലവാരം, ഗവേഷണ നിലവാരം പുലർത്തുന്ന 2 സ്ഥാപനങ്ങൾ. റൂർക്കി IIT എന്ന് പറഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എർത്ത്ക്വേക്ക് സ്റ്റഡീസ് ലോകത്തിലെ തന്നെ ഏതാണ്ട് 10 ഈ മേഖലയിൽ ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി പറയാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ 10 സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഡൽഹി IIT ആണ് ഹൈഡ്രോളജിക് സേഫ്റ്റിയെക്കുറിച്ച് പഠനം നടത്തിയത്. ഈ 2 സ്ഥാപനങ്ങളിലെയും വിദഗ്ധന്മാർ പഠനം നടത്തി, ദീർഘമായ പഠനം നടത്തിയതിന് ശേഷം പറഞ്ഞു ഒരു കാരണവശാലും ഈ പറയുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം ഹൈഡ്രോളജിക്കലി വലിയ പ്രളയമുണ്ടായാൽ സേഫല്ല, ഭൂകമ്പം വന്നാൽ സേഫല്ല. പ്രളയ സാധ്യതയെക്കുറിച്ച് ഡൽഹി IIT പഠനം നടത്തിയിട്ട് എന്താണ് പറഞ്ഞത്? 1935 ഏറ്റവും വലിയ പ്രളയം 2.98 ലക്ഷം ക്യൂസെക്സ് ജലം അവിടെ കളക്ട് ചെയ്തെങ്കിൽ 48 മണിക്കൂർ 65 സെൻറ്റിമീറ്റർ മഴ. അന്ന് ഒരുപക്ഷെ 2014 ഇത് പറയുമ്പോൾ അത്രയും മഴയൊക്കെ പെയ്യൂ എന്നൊക്കെയുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെയ്യുന്നത് നമ്മൾ കണ്ടല്ലോ. 2018-ലും 19-ലും ഇപ്പോൾ 20-ലും 21-ലും ഒക്കെ നമ്മൾ കാണുന്നത് എന്താണ്? അതിഭീകരമായിട്ടുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനത്തോടു കൂടി സാഹചര്യങ്ങളാകെ മാറിയിരിക്കുന്നു. ഈ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 48 മണിക്കൂർ നിരന്തരമായി മഴ പെയ്ത് 2 അങ്ങനെ മഴ പെയ്താൽ 65 സെൻറ്റിമീറ്റർ മഴ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജലനിരപ്പ് 2.61 ദശലക്ഷം ക്യൂബിക് വെള്ളം അങ്ങോട്ട് വരും, ക്യൂസെക്സ് വെള്ളം വരും. അങ്ങനെ വന്നാൽ അവിടുത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 160.22 അടിയായിട്ട് വരും. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് 155 അടിയാണ്. ഒരു ഗ്രാവിറ്റി ഡാം ഒരു കാരണവശാലും കവിഞ്ഞൊഴുകൽ, ഇപ്പോൾ ജോർജ് സാറിന് കൃത്യമായിട്ട് അതേക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നു, ജോയിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത് കവിഞ്ഞൊഴുകൽ അത് നിലനിൽക്കില്ല. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? അങ്ങനെ ജലം എത്തിക്കഴിഞ്ഞാൽ ഇത് ഇവാക്യുവേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ നേരിട്ടുള്ള ഗേറ്റുകളില്ല. എൻ്റെ 336 അടി കഴിഞ്ഞുള്ള തുറന്നു വിടലുള്ളൂ. അങ്ങനെ തുറന്നു വിട്ടെന്നും ഇത്രയും ജലം നമുക്ക് പെട്ടെന്ന് ഒഴുക്കി കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? ഈ 2.91 ദശലക്ഷം ക്യൂസെക്സ് വെള്ളം അവിടെ വന്നു കഴിഞ്ഞാൽ 160.22 അടിയായിട്ട് ജലനിരപ്പ് ഉയരും. അതങ്ങനെ ഉയർന്ന് 11 മണിക്കൂർ, ഈ 13 ഷട്ടറും തുറന്നു വിട്ടാൽ പോലും 11 മണിക്കൂർ ഉയർന്നു നിൽക്കും. എന്ന് പറയുമ്പോൾ 5.22 അടി ഉയരത്തിൽ ഈ ജലം കവിഞ്ഞു വീഴും, ഡാം നിലനിൽക്കില്ല. അതാണ് അവർ പറഞ്ഞത്. നമുക്കും സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒന്ന് ഭൂകമ്പ സാധ്യതയാണ്. ഭൂകമ്പം മുല്ലപ്പെരിയാറിൻ്റെ 300 കിലോമീറ്റർ റേഡിയസിൽ ചുറ്റളവിൽ 22 ഭൂകമ്പ എന്താ പറയുക എപ്പി സെൻറ്റേഴ്സ് ഉണ്ട്, ഫോൾട്ട് ലൈൻസ് ഉണ്ട്, എപ്പി സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ തേക്കടി കൊടയവന്നല്ലൂർ എന്ന് പറയുന്ന ഫോൾട്ട് ലൈൻ അത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെറും 16 കിലോമീറ്റർ മാത്രം ദൂരത്തൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ 6 മുതൽ 6.5 വരെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊരു ഭൂകമ്പം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ സർവൈവ് ചെയ്യില്ല. അതാണ് റൂർക്കി IIT പഠനത്തിലൂടെ പറഞ്ഞത്. നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ മുല്ലപ്പെരിയാർ നിറഞ്ഞു നിൽക്കുന്നു, ഇടുക്കിയും പരമാവധി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ഉണ്ടാകാതിരിക്കട്ടെ, ഒരിക്കലും ഉണ്ടാകില്ല, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആർക്കാ പറയാൻ കഴിയാതെ ഉണ്ടാവില്ലെന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസം കോട്ടയത്താണ് ഭൂകമ്പം ഉണ്ടായെന്ന് പറഞ്ഞു, ചെറിയ ചലനം ഉണ്ടായി. ഒരു ഭൂകമ്പം കൂടി ഉണ്ടായാൽ ഈ ഡാം നിൽക്കില്ല, സർവൈവ് ചെയ്യില്ല എന്നാണ് ഇതേക്കുറിച്ച് നമ്മളാരും പറയുന്നതല്ല, ഇത് ആധികാരികമായി പഠിച്ചിട്ടുള്ളവർ പറയുന്നതാണ്.
പക്ഷെ നമ്മുടെ എംപവേർഡ് കമ്മിറ്റിയും നമ്മുടെ പല ആളുകളും പറയുന്നത് ഒന്നും പേടിക്കാനില്ല, ഇതൊരു പുതിയ ഡാമിന് തുല്യമാണ്, അതുകൊണ്ട് ഇത് എന്ത് വന്നാലും, പ്രളയം വന്നാലും ഭൂകമ്പം വന്നാലും ഒക്കെ സർവൈവ് ചെയ്യുമെന്നങ്ങ് പറയുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ എംപവേർഡ് കമ്മിറ്റി തന്നെ അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു, ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം, അപകടം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് സേഫാണ്, 3 തരത്തിലും സേഫാണെന്ന് പറഞ്ഞവർ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഒരു സന്ദർഭത്തിൽ മുല്ലപ്പെരിയാറിന് ഇങ്ങനെ ഒരു സ്ട്രെയിനോ സ്ട്രെസ്സോ ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് 2 ഓപ്ഷൻ. ആ ഓപ്ഷൻ എന്താ? ഒരു പുതിയ ഡാം. ഒരു പുതിയ ഡാം കേരളത്തിൻ്റെ പരിപൂർണമായ ചെലവിൽ നിർമ്മിച്ച് തമിഴ്നാടിന് ഇന്നുള്ള നിലവിലുള്ള കണ്ടീഷനിൽ വെള്ളം കൊടുത്തുകൊള്ളുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ റോയ് സൂചിപ്പിച്ച ടണൽ സിദ്ധാന്തം, 50 അടി താഴെ ടണലുണ്ടാക്കി പെട്ടെന്ന് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഭാവിയിൽ അതിനെയാണ് നമ്മളും പറയുന്നത്. ഇന്ന് പൊട്ടുമെന്നോ നാളെ പൊട്ടുമെന്നോ, ചിലപ്പോൾ ഇത് 1000 വർഷം ഒരു കുഴപ്പമില്ലാതെ നിന്നെന്ന് വരാം. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ അടുത്ത നിമിഷത്തിൽ പ്രശ്നം ഉണ്ടായിന്ന് വരാം. അപ്പോൾ എന്താണ് പ്രശ്നം? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സാധാരണ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പോൾ 92-ൽ നടന്ന റയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ് ഉണ്ട്. അവിടെ ഫോം ചെയ്ത ഒരു പ്രിൻസിപ്പിളുണ്ട്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകും എന്നുള്ള അതിലൊരു ദുരന്ത സാധ്യത കണ്ടാൽ അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയരുത്. അങ്ങനൊരു സാധ്യത കണ്ടാൽ അതിനെതിരെ അടിയന്തരമായി എന്താ പറയുക, പ്രതിവിധി നടപടികൾ സ്വീകരിക്കുക. അതാണ് പ്രിക്കോഷൻ എടുക്കുക. നമ്മൾ സാധാരണ പറയില്ലേ, കരുതൽ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെയൊക്കെ ഉണ്ടായി പൊട്ടി കഴിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്ന് നോക്കാതെ, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്ന് ശരി നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിക്കും, ഇതൊക്കെ ബലപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രശ്നമുണ്ടായാൽ ഉണ്ടാകുന്ന അപകട സാധ്യത എന്ന് പറയുന്നത്, ഇപ്പം തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അപകടമുണ്ടായാൽ കേരളത്തിൻ്റെ 5 ജില്ലകളുടെ പരിപാടി തീരും എന്നുള്ളതാണ്, തകർന്ന് തരിപ്പണമാകുന്നുള്ളതാണ്. എത്ര പേര് മരിക്കും, എന്തുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. എന്തോ സാറേ, എല്ലാം എറണാകുളം മാത്രമല്ലല്ലോ, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം തുടങ്ങി എവിടേക്ക് ചെന്ന് കയറും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ 2 സാധ്യത നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ 2 കാര്യങ്ങളാണ്. നമ്മളിത് വെറുതെ ഏതെങ്കിലും ഒരു സാധാരണ കോളേജ് ലെവലിൽ നടത്തിയില്ല. IIT-കൾ നടത്തിയ പഠനത്തിൽ അവരെന്താ നമ്മൾ പറയുന്ന പോലെ റിപ്പോർട്ട് എഴുതുമോ? അവരാധികാരികമായി പഠിച്ച് ഈ 2 സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നും ഇതൊരു വലിയ സാധ്യത ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കണമെന്ന് നമ്മൾ പറഞ്ഞുള്ളൂ. അതിനെന്താണ് അപകടം? നമ്മൾ ഒരിക്കലും തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UN സ്റ്റഡി കൂടി വന്നിരിക്കുന്നു. UN യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം വന്നിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന 7 ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാറാണ് അല്ലേ? പ്രസിൽ വായിച്ചല്ലോ. 7 എന്നാണ് അവർ 7 9 എത്രയാവട്ടെ, എന്നാലും 10 താഴെ ഉള്ളൂ. 7 എന്നാണ് അവർ പറഞ്ഞത്. അതിലൊന്ന് മുല്ലപ്പെരിയാറാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇവരൊക്കെ വെറും ഒന്നും വിവരമില്ലാത്ത ആളുകളാണോ? നമുക്ക് വേണ്ടിയിട്ട് എഴുതും അങ്ങനെ. UN യൂണിവേഴ്സിറ്റി നമ്മളെ സഹായിക്കുന്ന കേരളത്തെ അങ്ങ് സഹായിച്ചളയാം എന്ന് പറഞ്ഞ് എഴുതും. ഇതിനകത്ത് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നില്ലല്ലോ. പാർലമെൻറ്റിൽ ഞാനിപ്പോഴും പറയുന്നു, നമ്മളെപ്പോൾ എഴുന്നേറ്റ് ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചാലും ഭയങ്കര ബഹളമാണ്. തമിഴ്നാട്ടിലുള്ള സകല രാഷ്ട്രീയ പാർട്ടി, ഒരു പാർട്ടിയും വ്യത്യാസമില്ല, സകലരും കൂടി നമ്മളെ കൊല്ലാൻ വരികയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് വെള്ളം തരുന്നതിന് നമുക്കെന്താ തടസ്സം? അപ്പോൾ അതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുമ്പോൾ എന്താ പ്രശ്നം? എന്താ തമിഴ്നാട്ടിൽ ഒരു അപകടമുണ്ടായാൽ തമിഴ്നാട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോവില്ല. അപകടമുണ്ടായാൽ അത് മുഴുവൻ കേരളത്തിലേക്കാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. ഇപ്പം എന്താണ്, ഇത് പഴയ കാലത്തെ ഈ കരാർ പ്രകാരം വളരെ നിസ്സാരം 8 ലക്ഷത്തി ചില്ലുവാനും രൂപയാണ് നമുക്ക് പാട്ടമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പഠനം പറയുന്നു, റസൽ ജോയ് പറഞ്ഞ 50,000 കോടി രൂപയുടെ അല്ലേ, എനിക്കറിയില്ല അത്രയുണ്ടോയെന്ന് അറിയില്ല. എന്താണെങ്കിലും കൃഷിയിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും മാത്രമായി 1000 കോടി രൂപയുടെ വരുമാനം അവരുണ്ടാക്കുന്നു വയ്ക്കുക. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് മാത്രം 750 കോടി രൂപയുടെ വരുമാനം അവർക്കുണ്ട്. കേരളത്തിന് തരുന്നത് വെറും അപ്പോൾ 1800 കോടി രൂപയുടെ വരുമാനം അവർക്ക് ഉണ്ടാകുന്നത് ഏറ്റവും കുറഞ്ഞ എന്താ പറയുക കൺസർവേറ്റീവ് എസ്റ്റിമേറ്റാണ്. കേരളത്തിന് 8,30,000 ചില്ലുവാനും രൂപ ഏതാണ്ടാണ് നമുക്ക് ഈ പാട്ടമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ ഇതിന് പൈസയുടെ കണക്കല്ല. അപ്പോൾ ഇതെന്താണ്, ഇതിങ്ങനെ നിർത്തി ഈ ഒരു സൗജന്യമായി ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ പാർലമെൻറ്റിൽ ചോദിച്ചു, തമിഴ്നാടിനോട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? മുല്ലപ്പെരിയാറിൽ നിന്ന് മാത്രമാണോ നമ്മൾ വെള്ളം കൊടുക്കുന്നത്? പറമ്പിക്കുളം, അളിയാർ, അതുപോലെ തന്നെ ശിരുവാണി എന്നുള്ള മുഴുവൻ വെള്ളം തമിഴ്നാടിന് കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് കൊടുക്കുകയാണ്.
നെയ്യാറിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുല്ലപ്പെരിയാറിൽ നിന്ന് മുഴുവൻ നമ്മൾ കൊടുക്കുന്നു. ഇത്രയും ഉദാരമായി കേരളം ഈ ജലസമ്പത്ത് മുഴുവൻ, നമുക്കെന്താ വെള്ളത്തിന് ക്ഷാമമില്ലേ? ഇപ്പോഴല്ലേ ഈ മഴയും മാറി, ഇപ്പോൾ 2 ദിവസം വെയിൽ കളിഞ്ഞ് കഴിയുമ്പോൾ കാണാം മുഴുവൻ വരളാൻ തുടങ്ങുന്നു. നമുക്ക് കുടിവെള്ളത്തിന് പ്രശ്നം. ഈ വെള്ളം, ഈ മുല്ലപ്പെരിയാറിലെ ജലം നമുക്ക് വേനൽക്കാലത്ത് ഇടുക്കി ഡാമിലേക്ക് കിട്ടിയാൽ നമുക്ക് എത്ര ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും? നമ്മളിപ്പോൾ എത്ര കോടിയാണ് പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുക? നമുക്ക് 50% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പം നമ്മളിത് വലിയ ത്യാഗം സഹിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, നമ്മൾ തുടർന്നും ചെയ്യും. നമുക്കിങ്ങനെ ഒരു സുരക്ഷാ ഭീഷണി ഉണ്ടെങ്കിൽ ഒരു പുതിയ ഡാം ഉണ്ടാക്കി വ്യവസ്ഥകളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഒരു ട്രൈ പാർട്ടൈറ്റ് സംവിധാനമാണ് പറഞ്ഞത്. സുപ്രീം കോടതിയും പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റും കേരളവും തമിഴ്നാടും കൂടിയുള്ള ഒരു സമിതി അതിൻ്റെ മേൽനോട്ടം വഹിച്ച് ഈ കാര്യങ്ങൾ നിർമ്മാണം നടന്നോട്ടെ, നമ്മളതിനെതിര് പറയുന്നില്ല. പക്ഷേ അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല, ഞങ്ങളിത് ബലപ്പെടുത്തി. ഇപ്പം എന്താ, ബേബി ഡാം കൂടി, ആ സാധനത്തിൻ്റെ ബലം എന്തുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതുകൂടി ബലപ്പെടുത്തി ഇത് 152 അടിയാക്കണം എന്നുള്ളതാണ്. 152 അടിയിലൊക്കെ 142 അടിയോ അല്ലെങ്കിൽ 152 അടിയായി ഇതുപോലെ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ ഒരു ഭൂകമ്പമുണ്ടായാൽ ടെൻസൈൽ ക്രാക്കിംഗ് ഉണ്ടാകുമെന്നാണ് ഈ വിദഗ്ധന്മാർ പഠനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. നമ്മൾ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. തമിഴ്നാടിന് നിർബാധം ജലം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഒരു പുതിയ ഡാം എന്നുള്ളത് നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആളുകളുടെ സുരക്ഷ, കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങളിൽ ന്യായമായിട്ടുള്ള ഒരു പരിഗണന, ഈ കാര്യത്തിൽ ഒരു ബ്രോഡ് കോൺസെൻസസ് ഉണ്ടാവുക എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വമാണ്, അവിടുത്തെ പാവപ്പെട്ട ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ വികാരപരമായി, പ്രത്യേകിച്ച് അവരുടെ ഒരു രീതി നമുക്കറിയാമല്ലോ. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം, ഞാനിത് പലവട്ടം പാർലമെൻറ്റിൽ പറഞ്ഞു, തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരാണ് കേരളം ഇതുവരെ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം മനസ്സിലാക്കി നമ്മളോട് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത്. അതിനവർ തയ്യാറാകണം. ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. വളരെയധികം സന്തോഷം അങ്ങയുടെ വിലയേറിയ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് പങ്കുവച്ചതിന്. ഞാനിതൊരു 2 സെക്ഷനായിട്ടാണ് ഈ ഒരു കോൺക്ലേവിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ റസൽ ജോയ് സാറിനോടൊപ്പം 3 പേരെ പങ്കെടുപ്പിച്ചു. അടുത്ത സെക്ഷനിൽ എക്സ്പെർട്ടുകൾ നമ്മളോട് സംസാരിക്കും. പ്രധാനമായിട്ടും MG യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ AV ജോർജ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ഇതിനെ പാഠ്യവിഷയമാക്കിയത്. യൂണിവേഴ്സിറ്റി തലത്തിലൊരു കുട്ടികളുടെ ഇടയിൽ ഒരു ചർച്ച നടത്തുന്നതിനും അതിൻ്റെ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നതിനും പിന്നീട് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയിൽ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള ഇടപെടലുകളെക്കുറിച്ചും ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയും. അത് എനിക്കൊന്ന് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റി മെമ്പർ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു രൂപരേഖ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മുൻ ബെസേലിയസ് പ്രിൻസിപ്പൽ മാത്യു കോരസാറുണ്ട്. കോരസാർ നമ്മളുടെ മലനാടിൻ്റെ ഡിബേറ്റൊക്കെ കാണുമ്പം വളരെ വ്യക്തമായിട്ട് ഏത് ഏരിയയിലെ വിഷയമാണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെക്കുറിച്ച് വളരെ നിശിതമായ ഒരു എന്താണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ സിവിൽ എഞ്ചിനീയർമാരാണ് ഈ ഡാം, സിവിൽ എഞ്ചിനീയറായിട്ടുള്ള ഡോക്ടർ പെനിഗോക്കാണ് ഈ ഡാം പണിഞ്ഞത്, ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഒട്ടനവധി സിവിൽ എഞ്ചിനീയർമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോളേജാണ് ICSE കോളേജ്. അതിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ നിസാം സാറിനെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് ദീർഘവീക്ഷണപരതയുള്ള നാഷണൽ റീബിൽഡിങ്ങിന് യുവാക്കളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഭാരതമാതാ കോളേജിൽ വെച്ചിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഒരുപാട് കൗതുകം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കണ്ടിട്ട്. അങ്ങനെയാണ് സോജൻ അവരാജൻ സാറും അദ്ദേഹവും തമ്മിലുള്ള ടൈപ്പിൽ കേരളത്തിലെ ആദ്യത്തെ 4.0 ക്യാമ്പസ് ഉടലെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് വൈഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങളിലുള്ളൊരു കൺക്ലൂഷൻ അദ്ദേഹത്തിൽ നിന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വളരെ വേഗത്തിൽ നമുക്ക് വേലായുധൻ സാറിലേക്ക് പോകുമ്പം ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഈ രംഗത്തേക്ക് എനിക്ക് തോന്നുന്നു BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു നിലയിൽ തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെയും നിലപാടുകളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ്. കേന്ദ്രം സുപ്രീം കോടതിയുടെ ഈ നിലപാടുകളൊക്കെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള വിധിയെ അനുസരിച്ച് ഒരു ദ്രുതകർമ്മ സേനയ്ക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഈ ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു കാര്യത്തിലുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുന്നത്? ആദ്യമായിട്ട് മലനാട് TV-യുടെ MD ശ്രീ ജയശ്രീക്ക് ഞാൻ ഹൃദയസ്പർശകയായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു 6-8 മാസം മുമ്പായിരിക്കും ഞങ്ങൾ തമ്മിൽ
ഒന്ന് കണ്ടുമുട്ടിയത്, ഒന്ന് നേരിൽ കാണണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. ഏതായാലും ഇവിടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ മുൻ MP, അദ്ദേഹം പാർലമെൻറ്റിൽ ഉണ്ടായ സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദീകരിച്ചു. അതേപോലെ നമ്മുടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് റസൽ ജോയി അദ്ദേഹം സൂചിപ്പിച്ചു. ഈ മുല്ലപ്പെരിയാർ സമരം തുടങ്ങുന്ന സമയത്ത് ആ സമരത്തിലെ ഞാനും ഭാഗവാക്കാണ്. ആ സമരം നടക്കുന്ന സമയത്ത് മറുഭാഗത്ത് രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞു. രാഷ്ട്രീയം പറയുന്നില്ല. ബഹുമാന്യനായ നമ്മുടെ MM മണി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരപ്പന്തൽ, ഞാൻ അതിലെ പോകുമ്പോൾ ഈ പന്തലിൽ കയറി 2 വാക്ക് പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നു, ആര് സമരം ചെയ്യുന്നു എന്നുള്ളത്, എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു ആ നിലക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സമരപ്പന്തലിൽ ഞാൻ ഇറങ്ങി. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും അവിടെ പങ്കുവച്ചു. ഇവിടെ വേണ്ടത് സമന്വയമാണ്, സംഘർഷമല്ല. ഒരു രാഷ്ട്രം, ഒരു ജനത, ഒരു നിയമം എന്ന നിലക്ക് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും സംഘർഷത്തിൽ കൂടി പോകാതെ സമന്വയത്തിൽ കൂടി പോയാൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിട്ടുള്ള ഒട്ടേറെ ചെറുതും വലുതുമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത ഒരു അധ്യാപകൻ്റെ ഒരു പ്രസ്താവന ഈ അടുത്ത ദിവസം ഞാൻ ചാനലിൽ കാണുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ആ സമരത്തിനെതിരാണ്. ആയിരങ്ങൾ പങ്കെടുത്ത ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പേര് ഞാൻ വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സമാന്തര ഡാം ലോകത്ത് എവിടെയും പ്രായോഗികമല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത്, നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ സുരക്ഷ, നമ്മുടെ ജീവൻ നിലനിൽക്കണം. ഇപ്പോൾ ആ ഡാം പൊട്ടിയാൽ ഞാനും ഉണ്ടാവില്ല, കാരണം ഞാൻ പെരുമ്പോറുകാരനാണ്. നമുക്ക് വേണ്ടത് ജീവൻ രക്ഷയാണ്, സുരക്ഷയാണ്. തമിഴ്നാടിന് വേണ്ടത് വെള്ളമാണ്, ജലമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ ആ തുരങ്കത്തിൻ്റെ ആഴം കൂട്ടണം. അപ്പോൾ തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷെ അന്ന് സമരത്തിൽ അദ്ദേഹം അതല്ല പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുന്നു. വേണമെങ്കിൽ ഒരു തുരങ്കം കൂടി പണിയണം, ഇത്ര കിലോമീറ്റർ, 14 കിലോമീറ്റർ ആയിട്ട് മാറ്റിയിട്ട്. അതായത് ഈ ഡാമിൽ നിന്നും ഒരു 14 കിലോമീറ്റർ അങ്ങോട്ട് മാറിയാൽ തേക്കടി ഭാഗത്തേക്ക് ഒരു ടണലും കൂടി പണിത് അതിൽ കൂടി ഇത്തിരി ആഴത്തിൽ പണിത് വെള്ളം കൊടുത്താൽ ഈ ഡാമിന് പറയത്തക്ക ഭീഷണിയോ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. 800 മീറ്ററോ 600 മീറ്ററോ താഴേക്ക് മാറ്റി മറ്റൊരു ഡാം പണിതാൽ ഇതിനേക്കാളും വലിയ ഭയാനകമായ അന്തരീക്ഷമാണ് ഭാവി തലമുറയ്ക്ക് വരാൻ പോകുന്നത് എന്നാണ്. ഇന്ന് ഈ കാണുന്നതിനേക്കാൾ വലിയ അപകടം ഉണ്ടാകും എന്നും കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഏതായാലും ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചർച്ച തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ചർച്ചകൾ നടക്കുന്നു, നോ പരിഹാരം. പരിഹാരമില്ല, ചർച്ച മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബഹുമാനീയ നമ്മുടെ ജയേഷ് പറഞ്ഞു രാഷ്ട്രീയം പറയുന്നത്. ഇപ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ച മുയലിന് 4 ചെവി എന്ന് ഞങ്ങൾ പറയുന്നവരാണ്. പക്ഷേ ഇവിടെ പ്രായോഗികമായുള്ള നടപടിയിലേക്കാണ് പോകേണ്ടത്. ആ പ്രായോഗികമായ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം
ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ ഇപ്പോൾ ഗവൺമെൻറ്റിന് സാധിക്കില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അവസാനം വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ആ സമന്വയത്തിൻ്റെ പാതയുണ്ട്. സംഘർഷത്തിൻ്റെ പാത മാറ്റി ആ സമന്വയത്തിൻ്റെ പാത ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും പരസ്പരം മുഖാമുഖം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ഒരുപക്ഷെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇടപെടുകയാണ്, സമയപരിമിതി കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും എന്തായാലും അങ്ങയുടെ ദേശീയ നിർവാഹക സമിതി കമ്മിറ്റി മെമ്പർ എന്നുള്ള സ്ഥാനം, ഇങ്ങനെയുള്ള ഒരു മാധ്യമ ഇടപെടൽ ഞങ്ങൾ തുടങ്ങുകയാണ്. ആ ഒരു കാര്യത്തിൽ സർക്കാരുകൾ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കാൻ ഇനി പറ്റില്ല എന്നുള്ളത് കൂടി ഞങ്ങൾ അങ്ങേ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ത്വരിതഗതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വളരെ വേഗത്തിൽ സർ. സമയപരിധി മനസ്സിലാക്കുന്നു. എന്തായാലും ജയേഷിനെയും ടീമിനെയും സല്യൂട്ട് ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മലനാട് ടി വിയുടെ മുൻ പരിചയവും നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റും, അത് മഹാനായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം കൽക്കട്ടയുടെ തെരുവീതിയിലാണ്. അദ്ദേഹത്തോട് മാധ്യമ സഹപ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നില്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമുക്കെന്ത് സ്വാതന്ത്ര്യം. ഇന്ന് ഇന്ത്യ വളരെ വേഗത്തിൽ വളർന്നു പന്തലിച്ചു എന്ന് തന്നെ പറയാം എല്ലാ മേഖലയിലും. അപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല പക്ഷം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒന്നാണ്. അതിൽ മലനാടിൻ്റെ വിഷൻ ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ചത് മാതിരി അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയം വേണം, രാഷ്ട്രത്തിന് ആവശ്യമാണ്, ജനാധിപത്യം വേണം. പക്ഷേ അത് നമ്മുടെ രാജ്യപുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയായിരിക്കണം. അവിടെയാണ് നമ്മൾ ഒന്നും കൂടിയും ചിന്തിക്കേണ്ടത്. വേദന പങ്കുവയ്ക്കട്ടെ. ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം 60 കുട്ടികളെ എംടെക് കഴിഞ്ഞതാണ് ഇൻ്റർവ്യൂ ചെയ്തു. അന്ന് 8 കർഷകർ കൊല ചെയ്യപ്പെട്ട ദിവസം. തലേ ദിവസം ഒരു ഇന്ത്യയിലുണ്ടായ ഒരു ട്രാജഡി. അപ്പം ഞാൻ GK ആയിരുന്നു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ കുട്ടികളിൽ ആരും തന്നെ അതിന് മറുപടിയും പറഞ്ഞില്ല. ഒരു കുട്ടി പറഞ്ഞു ട്രാജഡിയോ, വല്ലാത്ത ട്രാജഡി ആയിപ്പോയി. അപ്പം ഞാൻ ആകെ സന്തോഷിച്ചു, എന്തുകൊണ്ടോ ഒരു കുട്ടിയെങ്കിലും തിരിച്ചറിവുണ്ടല്ലോ എന്ന്. ഞാൻ ആ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, ഇന്നലെ വലിയ വിഷയമായിപ്പോയി, കാരണം അത് നെറ്റില്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കും അതേപോലെ തന്നെ ഇതും കിട്ടിയില്ല, വാട്സാപ്പും കിട്ടിയില്ല. അപ്പോൾ സെക്രട്ടറി എൻ്റെ അടുത്ത് ചോദിച്ചു, ചെയർമാൻ കേട്ടില്ലേ പറഞ്ഞത് എന്താണ്? ഞാൻ അപ്പോഴാണ് അതിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു. കാരണം നോളജ് ഇൻ യുവർ ഫിംഗർ ടച്ച്, ദാറ്റ്സ് എ ഫാക്ട്. നമുക്ക് ഞാൻ തന്നെ ഇപ്പോൾ കൂടുതൽ വായിക്കുന്നത് ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലാണ്. ഒരുപാട് സബ്ജക്റ്റ് ബേസ് നമുക്ക് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ജോർജ് സാറും കുറേ സാറൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, സമയമില്ല. പക്ഷെ എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ ഈ തലമുറ അതിന് നല്ലൊരു പ്രണയം എല്ലാത്തിലും നമുക്കറിയാം. ജേഷെ പ്രണയത്തിൽ തന്നെ അവതരിപ്പിക്കുക കൂടുതൽ അതിൻ്റെ വികാരം. ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ പറയുമ്പോൾ ഇപ്പോൾ വരാജേട്ടൻ പറഞ്ഞ മാതിരി എൻ്റെ 2 തറവാടും മുല്ലപ്പെരിയാറിൻ്റെ തീരത്ത് വാഴക്കുളം പഞ്ചായത്തിലാണ്. ഞാൻ പെരുമ്പാർ മുനിസിപ്പൽ ചെയർമാൻ ആണെങ്കിൽ എൻ്റെ തറവാടൊക്കെ ഇരിക്കുന്ന പിതാവിൻ്റെ സ്ഥലമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നല്ലൊരു ശതമാനം കയറി പോകുന്നതാണ്. ഈ പ്രളയത്തിൽ ഈ വിനീതന് കുറേ ക്യാമ്പ് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞതാണ്. അതിലൊരു ദയനീയത ഇവിടെയൊക്കെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട്. കാരണം മനുഷ്യത്വപരമായ ഇവിടെ ജോയ് സാറ് പറഞ്ഞ ഒരു ആത്മഗംഗത ഉണ്ട്. നമ്മൾ ഉണർത്തുന്ന ഒന്നുണ്ട്, നമ്മൾ തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്, തിരിഞ്ഞു നോക്കാൻ നമുക്ക് ആർക്കും സമയമില്ല എന്നുള്ളത് നമ്മളെ പ്രളയവും പ്രതിരോധം പഠിപ്പിക്കുമ്പോഴും ഞാനും നിങ്ങളും പഠിക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാൻ കഴിയണം. സമയക്കുറവ് കൊണ്ട് ചുരുക്കുകയാണ്. പക്ഷേ ഇങ്ങനത്തെയുള്ള പ്ലാറ്റ്ഫോമുകൾ തീർച്ചയായും ഇനിയും നമ്മുടെ പുതുതലമുറക്ക് മുന്നിൽ കൂടുതൽ പ്രാപ്തമാക്കുന്ന ഒരു സാഹചര്യം ഈ TVക്കുണ്ട് എന്ന് വിനയത്തോടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഈ തരത്തിലുള്ള ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു വലിയ മെസ്സേജാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. മലനാട് ടിവിയുടെ കോൺട്രിബ്യൂഷനൊക്കെ ഇവിടെ പറഞ്ഞു. പ്രത്യേകിച്ച് അംഗൻവാടി ടീച്ചേഴ്സിൻ്റെയൊക്കെ ഇപ്പം ഞാനത് സ്മാർട്ട്
ക്ലാസ് റൂമുകളാക്കുകയാണ് അംഗൻവാടി. കാരണം യു ആർ റൈറ്റ്, അബ്സല്യൂട്ട്ലി. കാരണം ഏറ്റവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സാധാരണക്കാർക്ക് ഇവിടെയുള്ള ഒരു വർഗത്തിന് എല്ലാവിധ ആധുനിക സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ലഭിക്കുമ്പോൾ ഈ സമൂഹം ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സെൻറ്റ് ഭൂമി മേടിച്ച് പണിതുയർത്തി കൊടുക്കാൻ പുതിയ തലമുറക്ക് ഒരു സാധാരണക്കാരന് കഴിയും? അവരുടെ എഡ്യൂക്കേഷൻ തന്നെയാണ് ഇനി നമ്മുടെ മുഖ്യ ലക്ഷ്യം. അതിൽ ഏറ്റവും അടിസ്ഥാന വിദ്യാഭ്യാസം ഏറ്റവും സാധാരണക്കാർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ബാന്ധാവാകുക എന്നുള്ളതാണ് അഭികാമ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിലും രാഷ്ട്രീയത്തിലും ഒന്നും കിടക്കുന്നില്ല. പക്ഷേ നമുക്ക് അഭികാമ്യം ഇപ്പോൾ മുന്നിലുള്ള നമ്മുടെ ചൈനയിലെ IIT ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ IIT തന്നെ ഇപ്പോൾ ഫ്രാൻസിസ് ജോസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ മുന്നിൽ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടായിക്കൂടാ? അത് തന്നെയാണ് നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിവാദത്തിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നത്? നമുക്ക് നാടിൻ്റെ നന്മയാണ് വേണ്ടത്. അതിന് നമുക്ക് ആത്മവിശ്വാസത്തോടെ കൈകോർക്കാം. താങ്ക് യു. വളരെയധികം സന്തോഷം. എന്തായാലും ഒരു പാനലിനെ ഞാൻ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പകരം 3 പേരും കൂടെ ക്ഷണിക്കാനുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു ഉപഹാരമുണ്ട്. ഇതൊരു കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങളുടെ സാമൂഹ്യ സേവനങ്ങൾക്ക് മലനാട് TV-യുടെ ഒരു ബുക്ക് സൈലോട്ട്. ഒപ്പം അതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ ഒരു പുതിയ രാഷ്ട്രം നിർമ്മാണത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് കൈകോർക്കാമെന്നാണ്. അതൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഒപ്പം സഞ്ചരിക്കണം. അതിനുവേണ്ടി മൊമെൻറ്റോ നൽകുന്നതിന് ഞാൻ ജിഷ്ണുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു, ഡാമിൻ്റെ ചർച്ചയാണെങ്കിലും മലനാടിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കുറേ നാളുകളായി. കാരണം ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജയേഷ് എൻ്റെ നാട്ടുകാരനാണ്. ഒരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സഹപ്രവർത്തകനാണ്. അതിൻ്റെ ആ വിവരണത്തിൽ കൂടെ കൂടുതൽ മലനാടിനെ പരിചയപ്പെടാനും സാധിച്ചു. ഇപ്പം നമ്മൾ കണ്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജയേഷിൻ്റെ സ്പീച്ചിലെല്ലാം ഉണ്ടായിരുന്നു ആവർത്തന വിരസതയുണ്ടാകും. കാരണം അദ്ദേഹം ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇത് ഈ പുതിയ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സന്ദേശം നൽകുന്നത് അടക്കം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ മലനാടിൻ്റെ യാത്രയിൽ എല്ലാ ഹൃദയംഗമായ ആശംസകളും നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് PM വേലായുധൻ സാർ, BJP ദേശീയ നിർവാഹക സമിതി അംഗം. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണം നടത്തുന്നൊരു പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതിയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കയ്യടി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്വന്തം ശ്രമഫലമായാണ് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ചത്. അദ്ദേഹത്തെ ഞങ്ങൾ നല്ല നാട് പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. മുൻ NB ശ്രീ ഫ്രാൻസിസ് ജോർജ് സാർ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണ പരിധിയുള്ള ഇടപെടലുകൾ, പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സാമീപ്യം, തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സേവനങ്ങൾ, അതൊക്കെ നമുക്ക് കൂടുതൽ നല്ലൊരു നാടിനെ നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അദ്ദേഹത്തെയും നല്ല നാട് പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശ്രീ മുൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ AV ജോർജ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ് കം. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സമയപരിമിതിയെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ ദയവ് ചെയ്തൊരു 3-4 മിനിറ്റ് എനിക്ക് തരണം. ആദ്യമായിട്ട് ഏതാണ്ടൊരു 10-15 വർഷത്തോളം ഈ മാധ്യമ പ്രവർത്തകരുമായിട്ട് വിവിധ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പല ചാനലുകളിൽ. ഈ കഴിഞ്ഞ മാസം തന്നെ 3-4 പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പരിപാടികളിലൊക്കെ 2 വശവും 3 വശവും ഒക്കെ സംസാരിക്കുന്നതല്ലാതെ ഒരു മീഡിയ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മലനാടൻ TV ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏറ്റവും സന്തോഷവും അതാണ്. ആദ്യമായിട്ടാണ് ഒരു മീഡിയ സ്ഥാപനം ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് വേറെ ഒരു മീഡിയകളും ചെയ്തതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ജയേഷിന് പ്രത്യേകിച്ച് നന്ദി. അതുപോലെ ജയേഷിന് എനിക്ക് പരിചയക്കുറവുണ്ട്, മറ്റുള്ളവരെ പരിചയക്കുറവുണ്ട്. പക്ഷേ ജയേഷ് എന്നെ വിളിച്ചപ്പോൾ ആരാണെന്നും ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു മീഡിയ ഇങ്ങനൊരു വിഷയം ടേക്കപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൂര യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ഓക്കെ, അത് നിർത്തട്ടെ. ഈ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഇനി ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വളരെ എനിക്ക് കേരള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ ഈ വിഷയം
A to Z നന്നായി പഠിച്ചിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്ത് നല്ലവണ്ണം പഠിച്ചവരെ അറിയാം. അതിലൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ആണ്. പിന്നെ മറ്റൊരാൾ ശ്രീ പ്രേമചന്ദ്രനാണ്. പാർലമെൻറ്റിൽ ഫ്രാൻസിസ് ജോർജ് റേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര കാര്യമാത്ര പ്രസക്തമായിരുന്നു എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഞാൻ എഴുതിയ DC ബുക്സ് പബ്ലിഷ് ചെയ്ത മുല്ലപ്പെരിയാർ കേരളം നേരിടുന്ന ദുരന്ത ഭീഷണി, അതിൻ്റെ പല പേജുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ശ്രീ പ്രേമചന്ദ്രൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹമായിട്ട് ഒരുപാട് അടുത്ത് ഇടപെടാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം VS അച്യുതാനന്ദൻ്റെ ക്ലിഫ് ഹൗസിൽ പോയി ആ മുല്ലപ്പെരിയാർ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, ആ കാര്യങ്ങളൊക്കെ പോട്ടെ. ഏതായാലും ഒരു 10-15 വർഷത്തെ മുല്ലപ്പെരിയാർ ഹൈലൈറ്റ് ചെയ്ത വിഷയത്തിൽ ഒരുപാട് ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രം വ്യക്തിപരമാണ്, അത് ഞാനൊന്നും പറയുന്നില്ല, അതിലേക്കും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വളരെ വളരെ പ്രസക്തമായ 1-2 കാര്യങ്ങൾ നമ്മുടെ മീഡിയയോ പൊതുജനങ്ങളോ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ഒരു വിഷമമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അറ്റകുറ്റപ്പണികളെക്കുറിച്ച് പറയുന്നത് അതവിടെ നിൽക്കട്ടെ. 110 അടിയുടെ താഴെയുള്ള പ്രദേശത്ത് ഈ ഡാമിൽ ഒരു അറ്റകുറ്റപ്പണികളും ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യവുമല്ല. കാരണം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് അവിടെ സുർക്കി മുഴുവൻ ഒലിച്ചു പോയിട്ട് അത് ഒരു കൽക്കൂമ്പാരമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാമിൽ, അതുപോലെ ഗ്രാവിറ്റി ഡാം ആണെന്നുള്ളത്, ഗ്രാവിറ്റി ഡാം എന്താണെന്ന് കൃത്യമായി ആർക്കും അറിയില്ലാത്തതുകൊണ്ട് ജനങ്ങളെ നല്ലവണ്ണം തെറ്റിദ്ധരിപ്പിക്കാം. ഗ്രാവിറ്റി ഡാം എന്താണെന്ന് ഒരു 25 വർഷത്തോളം പഠിപ്പിച്ച ആളാണ് ഞാൻ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഗ്രാവിറ്റി ഡാം കരിങ്കല്ലുകളും അതിനെ കൂട്ടിപ്പിടിക്കുന്ന മിശ്രിതവും കൂടെ, സുർക്കി മിശ്രിതവും കൂടെ ചേർത്ത് ഡാമിൻ്റെ മുഴുവൻ നീളത്തിലും പണിതു വരുന്ന ഒന്നാണ് ഗ്രാവിറ്റി. അതിൻ്റെ വെയിറ്റാണ് അതിൻ്റെ ഭാരമാണ് അതിൻ്റെ ശക്തി. അപ്പോൾ ഈ ഗ്രാവിറ്റി ഡാമിൻ്റെ വെയിറ്റ് മാത്രമല്ല, അതിൻ്റെ യൂണിഫോമായിട്ട് വിന്യസിക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ വെയിറ്റ്, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന സമയമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ കരിങ്കല്ലും അതിനോട് ചേർന്നുള്ള സുർക്കി മിശ്രിതവും യൂണിഫോമായിട്ട് അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് വരുമ്പോൾ ആ മൊത്തം മാസമാണ് അതിൻ്റെ സ്ട്രെങ്ത്. ഇപ്പം എന്താണ് പറയുന്നത്, എല്ലാവരും പറയുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്, ആങ്കറിങ് നടത്തിയതാണ്. 9 മീറ്റർ അകലത്തിൽ വലിയ ബോർഹോൾ ഉണ്ടാക്കി അടിയിലെ പാറയും തുറന്ന് സിമെൻറ്റും കമ്പിയും ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 9 മീറ്ററിന് ഇടയ്ക്കുള്ള പ്രദേശത്ത് എന്താണ്, ഒരു യൂണിഫോമായിട്ടുള്ള മാസാണ് അതിൻ്റെ വെയിറ്റെങ്കിൽ തീർച്ചയായിട്ടും ഈ 9 മീറ്ററിന് ഇടയ്ക്കുള്ള ഭാഗത്ത് ഇതൊരു അർത്ഥമില്ലാത്ത പ്രവൃത്തിയാണ്, ബലപ്പെടുത്തലാണെന്നുള്ളത് 100% സത്യമാണ്. ഏത് എക്സ്പെർട്സിൻ്റെ അടുത്തും ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഈ 110 അടിയുടെ താഴെ ഒരു കൽക്കൂമ്പാരമാണെന്നും പിന്നെ ഇതുപോലെയുള്ള ഗ്രാവിറ്റി ഡാമിനെ ബലക്ഷയത്തെക്കുറിച്ചും പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു 80 വയസ്സ് അല്ലെ 90 വയസ്സുള്ള ഒരു ഡാമുകളുടെ ലോകത്തെ ഈ മുതുമുത്തശ്ശി ഉത്തേജന മരുന്ന് നൽകി നമുക്ക് ജീവൻ നിലനിർത്താമെന്ന ഒരു വ്യാമോഹം മാത്രമല്ലേ. അപ്പോൾ ഇതിന് മുകളിൽ 5 മീറ്ററിൽ ക്യാപ്പിങ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, വെയിറ്റ് കൂട്ടാൻ. അപ്പോൾ 90 വയസ്സുള്ള ഒരു പുതുമുത്തശ്ശിയുടെ തലയിൽ ഒരു അമ്മിക്കല്ല് വെച്ചാൽ എന്തായിരിക്കും അനുഭവം? അതാണ് കൃത്യമായും ഈ ഡാമിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് പഴയ കാലത്തെ നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്ന 20 കയ്യാലയാണ്. 2 സൈഡും മുഖമുള്ള കയ്യാല, പക്ഷെ അടിയിൽ വീതി കൂടുതലുണ്ട്, മുകളിൽ വീതി കുറവാണ്. ആ രീതിയിലാണ് അത് പണിതിരിക്കുന്നത്, ട്രയാങ്കുലർ ഷേപ്പിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡാമിന് അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചാണ് ഡാമുകളുടെ അല്ലെങ്കിൽ ഭൂകമ്പ സാധ്യതകളൊക്കെ വിലയിരുത്താത്ത അല്ലെങ്കിൽ ഡാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യാത്ത കാലത്തുണ്ടായ ഒരു ഡാമാണ്. ഞാൻ എഴുതിയ പുസ്തകത്തിൽ വിശദമായിട്ട് വളരെ ശാസ്ത്രീയമായ അപഗ്രഥനം നടത്തിയിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട വിള്ളലുകൾ കൂടി ചേരുന്ന പ്രദേശത്താണ് ഈ ഡാം പണിതിരിക്കുന്നത്, അതിന് തൊട്ടടുത്താണ്. ആ വിള്ളലുകൾ കൂടെ അല്പം തെന്നിമാറലുണ്ടായാൽ ഭൂകമ്പം ഉണ്ടാവും. അത് മാക്സിമം 6.5 വരെയുള്ള ഭൂകമ്പം ഉണ്ടാകും, അതിന് മുകളിലേക്ക് പോകില്ല. അപ്പം അങ്ങനെ കുറേ അധികം ഫാക്ടർ, ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പലവിധ അവിടെ സൈഡിൽ ഡാമിൻ്റെ ഒരു സൈഡിൽ കോൺക്രീറ്റ് വർക്ക് നടത്തിയിട്ടുണ്ട്. നാട്ടിൻപുറത്ത് വാഴയ്ക്ക് ഊന്ന് കൊടുക്കുന്ന പോലെയാണത്.
അതിൻ്റെ പുറകിൽ ഇങ്ങനെ തള്ളി നിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും അർത്ഥമില്ലാത്ത ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കൂടുതലും സംസാരിക്കുന്നില്ല. ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സമന്വയം തന്നെയാണ് നമുക്ക് ഏറ്റവും യോജിച്ച മാർഗം. പക്ഷേ നമുക്കിവിടെ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള സാംസ്കാരിക നായകന്മാർ മുന്നോട്ട് വരണം, ശാസ്ത്ര സമൂഹം മുന്നോട്ട് വരണം, മീഡിയ മുന്നോട്ട് വരണം. അങ്ങനെ ഒരു ജനകീയ മുന്നേറ്റത്തിൽ കൂടെ മാത്രമേ ഇതിനൊരു പരിഹാരത്തിലേക്ക് ഇത് പോകൂ. അതല്ലെങ്കിൽ ഇത് നീണ്ടു പോകും. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സമന്വയം ആവശ്യമില്ല. ഒരു വർഷത്തെ നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള വൻ തുകയാണ് ഇവരതിൽ നിന്ന് ലാഭം കൊണ്ടുവന്നത്. അതൊക്കെയാണ് ആത്യന്തികമായിട്ട് ഈ പണം ഒരു വിഷയം തന്നെയാണ്. പിന്നെ പുതിയ ഡാം വന്നാൽ പുതിയ കരാറ് വേണം. പുതിയ കരാറാണ് ഇന്ന് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ നിലവിലുള്ള തുകയ്ക്കുള്ള കരാറ് വയ്ക്കേണ്ടി വരും. അപ്പോൾ തന്നെ 10,000-2,000 കോടി രൂപ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ ബലി കഴിച്ചിട്ട് നമുക്ക് പരിഹാരം ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്രീ ജയേഷനും മലനാടൻ TV-ക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ പ്രത്യേകം ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. എന്തായാലും എ വി ജോർജ് സാറിൻ്റെ ഡോക്യുമെൻ്ററിയും അതുപോലെ തന്നെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങും നമ്മുടെ നല്ല നാടെന്ന പ്രോഗ്രാമിൽ കാലത്ത് 9 മണി മുതൽ നമുക്ക് പിന്നീട് കാണാം. അതിനുവേണ്ടി ഞങ്ങൾ ചിത്രീകരിക്കാം. എന്തായാലും കോരസ് സാർ വളരെ ചെറിയ വാക്കുകളിൽ അങ്ങയുടെ ഒരു ഒപ്പീനിയൻ എന്താണ് ഈ ഒരു കാര്യത്തിൽ, മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ അടിയന്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മലനാട് TV-യുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകാൻ ഒരു ശാസ്ത്രാധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ജയേഷ് ചെയ്യുന്ന ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ പേഴ്സണാലിറ്റിയാണ് ജയേഷ്. ഞാൻ പല TV-കളിലും പല പ്രോഗ്രാംസും അവതരിപ്പിക്കാറുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ TV-യിൽ വന്നപ്പോൾ എൻവയൺമെൻ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ആ ഒരു ഇതും സാമൂഹ്യ പ്രതിബദ്ധത, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന UDF അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ച നെതർലൻഡ്സ് മോഡലിലുള്ളതായ പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ് പ്രോഗ്രാമിൻ്റെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്ത അതിൻ്റെ ചെയർമാനായിട്ട് അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് 90കളിൽ. അത് നെതർലൻഡ്സിൽ പോയും മറ്റ് രാജ്യങ്ങളിൽ പോയും പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും വന്നില്ലെങ്കിലും ശ്രീ ജയേഷ് നാട്ടിൽ നമ്മുടെ ആളുകൾക്കും നമ്മുടെ സമൂഹത്തിനും ചെയ്യുന്നതായ മലനാട് TV-യുടെ സേവനങ്ങളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇത് സംബന്ധിച്ച് വളരെ വിശദമായി എല്ലാവരും സംസാരിച്ചു എന്നുള്ളത് കൊണ്ടും ബഹുമാനപ്പെട്ട ജോർജ് സാറിനെ വർഷങ്ങളായി എനിക്കറിയാം. ഞാനും ബെസേലിയസ് കോളേജിൻ്റെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. അങ്ങനെ കോട്ടയം MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധത്തിൽ അറിയാം എന്നുള്ളത് കൊണ്ടും ഇവരെല്ലാം ആധികാരികമായി പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് കൂടി മുന്നിൽ ഒന്നും പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന, നാം ഒന്നിച്ച് നിൽക്കുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് മുന്നേറണം. ഇതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ഏറ്റവും ഈ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന അദ്ദേഹമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഞാൻ കടമെടുക്കുകയാണ്. സംഘർഷമല്ല, സമുന്നയമാണ്. അതോടൊപ്പം എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളോടും പറയുകയാണ്, യു ആർ ബോൺ ടു ചേഞ്ച് ദ വേൾഡ്, ടു മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ഫോർ യു. യു ആർ ടാലൻറ്റഡ്, യു ആർ ഇൻ്റലിജൻറ്റ്, എവറിത്തിങ് ഈസ് ഇൻ യു. You have to believe in yourself. Let us believe in ourselves. Hamara Bharat Mahan. Thank you. Thank you, sir. Thank you very much.
എന്തായാലും മുല്ലപ്പെരിയാറിനോടുള്ള ആ ഭീതിയൊക്കെ വിട്ടിട്ട് നമ്മൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. വളരെ വേഗത്തിൽ നിസാം സാർ, എന്താണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡിലിരിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ കുട്ടികളെ കൂടുതൽ ഒരു അധ്യയന വർഷം തന്നെ 4 തരത്തിലുള്ള ഐച്ഛിക വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കുന്ന തരത്തിൽ 4.0 ക്യാമ്പസ് എന്നൊക്കെയുള്ള നവീന ആശയം കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മഹാ വ്യക്തിയാണ്. അപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ അവസാന എഞ്ചിനീയർ എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൻ്റെ ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? താങ്ക് യു ശ്രീ ജയേഷ്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജയേഷിനെയും ടീമിനെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഞാനെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രഗത്ഭരായ ആൾക്കാരെല്ലാം വളരെ സെൻസിറ്റീവായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ സാങ്കേതികതയിലേക്കൊന്നും ഇപ്പം കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഞാനതിൽ മനസ്സിലാക്കുന്നത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സമന്വയമാണ് വേണ്ടത്. ഈ സമയത്ത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ഇവിടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അവിടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യവും, ഇവിടെ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചർച്ചകൾ ഇങ്ങനെ പാരലായിട്ട് നടക്കുന്നത് മലനാട് TV-യുടെ നേതൃത്വത്തിൽ ഈ 2 സ്ഥലത്തുള്ള ഇതുപോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ഒരു വേദിയിലേക്ക് ആദ്യം കൊണ്ടുവരികയും അതിന് ശേഷം മുഖ്യമന്ത്രിമാരിരുന്നിട്ട് കാര്യമുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനങ്ങളുടെ ഇടയിലാണിത് കിടക്കുന്നത്. അപ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിഷ്യറീസ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് തീർച്ചയായിട്ടും മലനാട് TV-ക്ക് തമിഴ്നാട്ടിലുള്ള ജനങ്ങളുമായിട്ടും കേരളത്തിലുള്ള ജനങ്ങളുമായിട്ടും അതിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടും എല്ലാം ഒരു ചർച്ച നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാങ്കേതികത്തിൻ്റെ മേഖലയിൽ ഈ തരത്തിലുള്ള ആശങ്കകളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യാഭ്യാസമാണ് ഞങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാങ്കേതികത്വം വരുന്ന സമയത്ത് ടെക്നോളജി നേരത്തെ ഉണ്ട്, എഞ്ചിനീയറിംഗ് അതിന് ശേഷം കടന്നു വരുന്നതാണ്. ഞാൻ ഇന്നലെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്, പണ്ട് കാലത്ത് കൃഷിയിടങ്ങളിൽ കാളയും കലപ്പയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉഴുന്ന സമയത്ത് അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ കൂടി നടന്നിരുന്നു. സാങ്കേതിക വിദ്യ അതിൻ്റെ പരമോന്നതയിലെത്തിയപ്പോൾ ഇന്ന് കൃഷിയിടങ്ങൾ ഉഴുതു പറിക്കുമ്പോൾ ഡീസലും പെട്രോളുമാണ് അവിടെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളോട് ഒന്നും കൂടെ ചിന്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എൻവിറോൺമെൻറ്റിന് കോട്ടം തട്ടാത്ത രീതിയിൽ, നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്ന ഈ പ്രകൃതിയെ കോട്ടം തട്ടാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾക്കാകട്ടെ അവർ മുൻതൂക്കം നൽകേണ്ടത് എന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് എന്നെ ശ്രവിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു നല്ല തോട്ട്സും ഒക്കെ കൊണ്ടുവന്ന ജയേഷിനോടുള്ള നന്ദിയും, എന്താ പറയുക, ഇറ്റ്സ് എ ഗ്രേറ്റ് മാൻ. താങ്ക് യു സർ. എന്തായാലും നമ്മുടെ കോൺക്ലേവ് എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളത് നേരത്തെ ഞാനൊരു ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. അവിചാരിതമായിട്ടാണ് സാറിനെ അവസാനം വിളിച്ചത്. സാർ അത് പൊട്ടിച്ച് കളഞ്ഞു. എന്തായാലും മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിട്ട് നമ്മളുടെ ജീവന സുരക്ഷയും നമ്മുടെ സഹോദരരായിട്ടുള്ള തമിഴ് മക്കൾക്ക് വെള്ളവും വേണം, നിർലോഭം വെള്ളം വേണം. 5 ജില്ലയല്ല, തമിഴ്നാട്ടിലെ മുഴുവൻ ജില്ലയ്ക്കും കൊടുക്കാനുള്ള ജലസമ്പത്ത് കേരളത്തിനുണ്ട്. ആ ജലസമ്പത്ത് അവർക്ക് നിർലോഭം എല്ലാ ജില്ലകളിലേക്കും വഴിതിരിച്ചു വിടാൻ സാധിക്കുമെങ്കിൽ ആ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം. തമിഴ് കേരള ചർച്ചകളും അതുപോലെ തന്നെ തർക്കങ്ങളും നടക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ കേരളത്തിനെ വളരെ കാര്യമായിട്ട് ഉയർത്തി കാണിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നമുക്കെതിരായിട്ട് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക മാധ്യമങ്ങളിൽ. അപ്പം 2 സംസ്ഥാനങ്ങൾ തമ്മിൽ അടിച്ച് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് മാധ്യമങ്ങളുടെ ഇടപെടൽ നടക്കുന്നത്. അത് പാടില്ല എന്നാണ് ഈ കോൺക്ലേവിലൂടെ മലനാട് TV പറയുന്നത്. തമിഴിനും കേരളീയനും നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്നാൽ നമ്മളെ വിളിക്കുന്നത് എന്താണെന്നറിയോ? മദ്രാസിന്ന്. ഈ നോർത്ത് ഇന്ത്യനും ഈ മദ്രാസികളായ ഞാനും തമിഴ്നാടിനും നിങ്ങളെല്ലാം കൂടെ UK പോയാൽ അവർ വിളിക്കുന്നത് എന്താണ്? ഇന്ത്യൻസ് വന്നിട്ടെന്ന് പറഞ്ഞു. യെസ്, വി ആർ ഇന്ത്യൻസ്. വി ക്യാൻ ഷെയർ ആൻഡ് കെയർ ടുഗദർ എന്നുള്ള ഒരൊറ്റ വാക്ക് എനിക്ക് ഈ കോൺക്ലേവിൻ്റെ അന്ത്യത്തിൽ പറയാനുള്ളൂ. എല്ലാ സുമനസ്സുകൾക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.